എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ലൈമറ്റ് ക്രൈസിസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലായി പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും പ്രകൃതി ദുരന്തം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഗംഭീരമായിട്ടുള്ള ചർച്ചകളാണ്. എന്നാൽ ഈ ഒരു ചർച്ചകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ടോപ്പിക്കുകളല്ലാതെ മറ്റൊന്നുമില്ല. മുല്ലപ്പെരിയാർ ഒരു വിഷയമായിട്ട് വരാറുണ്ട്, കയ്യേറ്റം ഒരു വിഷയമായിട്ട് വരാറുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതേപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒക്കെ ചർച്ചയിലേക്ക് വരാറുണ്ട്. എന്നാൽ ആളുകൾ വെറും സൂപ്പർഫിഷ്യലായിട്ട് ഈ ഒരു കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ആവർത്തിക്കുകയല്ലാതെ പുതുതായി അതിൽ നിന്ന് ഒരു കണ്ടെത്തലും നടത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വിഷമം തോന്നുന്ന ചില ചോദ്യോത്തരങ്ങൾ ഇന്നലത്തെ കമന്റ് ബോക്സിലൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇന്നലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അമർഷത്തോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താഴെയുള്ള കയ്യേറ്റങ്ങൾ കൊണ്ടല്ലേ, താഴെയുള്ള അതിജീവനം കൊണ്ടല്ലേ മുകളിൽ നിന്ന് ഉരുള് പൊട്ടി താഴേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിന് ശേഷം ഏറ്റവും സിമ്പിൾ ആയിട്ട് ആളുകൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ആരുടെ മേൽ പഴിചാരാം എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രകൃതിക്ഷോഭങ്ങൾക്കെല്ലാം കാരണം നമ്മൾ അടങ്ങുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ്. അത് കഴിഞ്ഞ 200 വർഷത്തെ പ്രവർത്തനമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ലോകത്താകമാനം വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. ഇനി ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം കുറേയധികം വീഡിയോസിൽ ഗൂഗിൾ എർത്ത് ഇമേജസ് വെച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ജനവാസ മേഖല അല്ലാത്ത മേഖലകളിലും ഉരുൾപൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണ് അതിതീവ്രമായിട്ടുള്ള മഴയിൽ കുതിർന്ന് താഴേക്ക് പതിക്കുന്ന സ്വാഭാവിക പ്രക്രിയയാണ് ഇപ്പോൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ താഴെ ജനവാസ മേഖല ഉള്ളതുകൊണ്ട് അവിടേക്ക് ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എത്തിക്കൊണ്ടിരിക്കുന്നു. ക്ലൈമറ്റ് ക്രൈസിസ് ഈസ് റിയൽ എന്ന ആകാശ് ബാനർജിയുടെ വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. വീഡിയോയുടെ ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളിൽ നല്ലൊരു നിക്ഷേപ അവസരം നോക്കുന്ന ആളുകൾക്ക് ഒരു NFOയെ പരിചയപ്പെടുത്തുകയാണ്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് PNB MetLife ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് 11.11 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം സേഫായി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു ന്യൂ ഫണ്ട് ഓഫറിലേക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള അവസാന തീയതി ഓഗസ്റ്റ് 15 വരെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഫണ്ട് ഓഫർ അവൈലബിൾ ആയിരിക്കില്ല. 10 രൂപ NAVയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഫണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് മാനുഫാക്ചറിംഗ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാർച്ച് 2018 ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് ഏകദേശം 32.8% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നിട്ടുള്ളത്. ഇനി ഈ വർഷം ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്ത NFO ആകട്ടെ 5 മാസ കാലയളവ് കൊണ്ട് 20.8% റിട്ടേണും നൽകിയിട്ടുണ്ട്. NRIs ആയിട്ടുള്ള ആളുകളൊക്കെ മാസം 18,000 രൂപയൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കോടി വരെ റിട്ടേൺ സാധ്യതയുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ ഒരു നിക്ഷേപ അവസരത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്കുകൾ ഉപയോഗിക്കുക. ക്ലൈമറ്റ് ക്രൈസിസ് ഈസ് റിയൽ എന്ന വീഡിയോയുടെ മലയാളം പരിഭാഷയിലേക്ക് വരാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തെളിവുകൾ ഇനിയും വേണമെങ്കിൽ വയനാട്ടിലേക്ക് പോകൂ. ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ വയനാട്ടിലെ 3 ഗ്രാമങ്ങൾ ഇല്ലാതായിരിക്കുന്നു. 222 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും 200-ലധികം പേരെ കാണാതായിട്ടുണ്ട്. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ജൂലൈ 30 പുലർച്ചെ 2 മണിക്ക് ശക്തമായി മഴ പെയ്തുകൊണ്ടിരുന്നു. പലരും വീടുകളിൽ ഉറങ്ങുകയായിരുന്നു. ചിലർ മാത്രം മുന്നറിയിപ്പുകളെ പേടിച്ച് ഉറങ്ങാതിരുന്നു. 3 മണി അടുത്തപ്പോൾ വനത്തിൽ നിന്ന് മണ്ണും ജലവും വലിയ കല്ലുകൾ, മരങ്ങൾ എന്നിവയുമായി വന്ന് ഗ്രാമത്തെ അപ്പാടെ വിഴുങ്ങി. 2 നിലകളോളം ഉയരമുള്ള കെട്ടിടങ്ങൾ വരെ ഒലിച്ചുപോയി. ആളുകൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. അതിനുശേഷം പുലർച്ചെ 4 മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടി. കനത്ത വെള്ളപ്പൊക്കത്തിൽ നദി ഗതി മാറി എല്ലാം തകർത്തു ഒഴുകി. ഈ ഉരുൾപൊട്ടലിന്റെയും നദിയുടെയും ഒഴുക്കിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ദൂരം മനസ്സിലാക്കിയാൽ മതി. റോഡ് മാർഗം പോയാൽ 50-60 കിലോമീറ്റർ എടുക്കുന്ന സ്ഥലത്ത് നദിയിലൂടെ 12 കിലോമീറ്ററാണ് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം 2018 ഉണ്ടായത്. 500ഓളം പേരാണ് അന്ന് മരിച്ചത്. ആയിരക്കണക്കിന് കോടികളുടെ നാശമുണ്ടായി. വർഷത്തിൽ പെയ്യുന്ന 1/3 മഴയാണ് ഈ ആഗസ്റ്റ് മാസത്തിലെ 3 ദിവസങ്ങളിൽ പെയ്തിറങ്ങിയത്. 2024 കനത്ത മഴയ്ക്ക് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഉരുൾപൊട്ടലുകളിൽ 60% നടക്കുന്നത് കേരളത്തിലാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഇതിന് സമാനമായ മഴയാണ് ഇത് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രീകരിക്കുന്നതാണ് പ്രശ്നമാവുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യത വളരെ കൂടുതലാണ്. ദക്ഷിണേഷ്യൻ അറബിക്കടലിലെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ ഫലമായി കാലാവസ്ഥ അസ്ഥിരമാവുകയാണ്. ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ കൂടുതൽ വെള്ളപ്പൊക്കവും മഴയും ഉരുൾപൊട്ടലും നാം കാണുന്നത്.
വടക്കൻ കൊങ്കൺ ബെൽറ്റിലാണ് ഈ മഴ മുന്നേ പെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം തെക്കോട്ട് ഇത് നീങ്ങുന്നതിനാൽ ഇനിയും നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നാം തിരിച്ചറിയണം, അല്ലാത്ത പക്ഷം ഇനിയും കൂടുതൽ ജീവഹാനി സംഭവിച്ചേക്കാം. 2011 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധരുടെ പാനലായ WGEEP പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി പറഞ്ഞു, ഇടുക്കി വയനാട് ജില്ലകളെ കാറ്റഗറി 1 ഗ്രേഡായി തരംതിരിക്കണം. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കൃഷിക്ക് പോലും ഉപയോഗിക്കരുത്. എന്നാൽ 2 വർഷത്തിന് ശേഷം കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഈ ശുപാർശകൾ നിരസിച്ചു. ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ നോക്കിയാൽ ഉറവിടം വനത്തിലാണ്. അവിടെ മനുഷ്യവാസവും ഭൂമി ചൂഷണവും നടന്നിരുന്നില്ല. അപ്പോൾ കാട്ടിൽ ഇത്ര വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് മഴയുടെ ആഘാതം കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. പിന്നെ എന്തിന് വയനാടിനെ കുറിച്ച് മാത്രം സംസാരിക്കണം? ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അസമിൽ വെള്ളപ്പൊക്കം കാരണം 2,95,651 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജൂൺ 19 രാത്രി അസമിലെ കരിംഗഞ്ചിൽ സമാനമായ ദുരന്തം. കനത്ത മഴ, മണ്ണിടിച്ചിൽ, വീട് തകർന്ന് 5 പേർ മരിച്ചു. 5 പേർ വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. 3 കുട്ടികളും അകത്തുണ്ടായിരുന്നു. പിറ്റേന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 5 മൃതദേഹങ്ങൾ കണ്ടെത്തി. മതത്തിന് വേണ്ടി നമ്മെ തമ്മിലടിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ എത്ര ശ്രമിച്ചാലും ലാഭമുണ്ടാക്കിയാലും രാജ്യം അപകടത്തിലാണ് എന്നതാണ് വാസ്തവം. കാലാവസ്ഥാ വ്യതിയാനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. കാലാവസ്ഥാ വ്യതിയാനവും അത്തരത്തിലുള്ള ദുരന്തവും മതമോ ജാതിയോ വർഗമോ പരിഗണിക്കുന്നില്ല. അത് എല്ലാവരെയും ബാധിക്കുന്നു. ഒരു തവളയെ വെള്ളത്തിലിടുക, ചെറിയ രീതിയിൽ വെള്ളം ചൂടാക്കുക. വെള്ളം പതുക്കെ ചൂടാകുന്നുവെന്ന് തവള കരുതുന്നു, പുറത്തിറങ്ങി അത് ഒന്നും ചെയ്യില്ല. ജലത്തിന്റെ താപനില ഒരു നിശ്ചിത പോയിന്റിന് മുകളിൽ ഉയരുമ്പോൾ തവള മരിക്കും. ഇത്തരത്തിലാണ് നമ്മളും മുന്നോട്ടേക്ക് ചിന്തിക്കുന്നത്. നമ്മളും അത്തരത്തിൽ മരിക്കാനായിട്ട് പതിയെ കാത്തിരിക്കുന്ന ആളുകളാണ്. നമ്മളൊരു കാലാവസ്ഥ പ്രതിസന്ധിയിലാണ്. താപനില ഉയരുകയാണ്. എന്നാൽ എല്ലാം നോർമൽ ആണെന്ന് നമ്മൾ കരുതുന്നു. ചൂട്, മഴ, മലിനീകരണം, മണ്ണിടിച്ചിൽ എന്നിവയെ കുറിച്ചിട്ട് നമ്മൾ പരാതിപ്പെടുന്നു. എന്നാൽ കാലാവസ്ഥ പ്രതിസന്ധി വിരസമായ വിഷയമായി കണക്കാക്കി മാറ്റിവെക്കുന്നു. എന്നാൽ വ്യക്തിപരമായി നിങ്ങൾക്കും എനിക്കും ഈ പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ ഈ തെറ്റിദ്ധാരണ പെട്ടെന്ന് മാറുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥ പ്രതിസന്ധി കൂടുതൽ വഷളാകാൻ പോകുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ AC കൊണ്ടോ എയർ പ്യൂരിഫയറുകൾ കൊണ്ടോ ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഈ കാലാവസ്ഥ പ്രതിസന്ധി എങ്ങനെ നമ്മളെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അത് കുറയ്ക്കാൻ നമുക്ക് എങ്ങനെ ചെറിയ നടപടികൾ സ്വീകരിക്കാം എന്നതും അറിയാം. ഈ വർഷം ഉഷ്ണതരംഗത്തിന്റെ പതിവ് റെക്കോർഡുകൾ തകർന്ന താപനിലയുടെ മധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UP തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 33 പോളിംഗ് ഓഫീസർമാരാണ് ചൂടിൽ മരിച്ചത്. രാജ്യത്ത് 200 പേർ ഉഷ്ണ ആഘാതത്തെ തുടർന്ന് മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. കൂടാതെ 40,000 ഹീറ്റ് സ്ട്രോക്ക് കേസുകൾ രേഖപ്പെടുത്തി. എന്നാൽ ഗ്രൗണ്ട് നമ്പറുകൾ ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. അതേപോലെ മൺസൂൺ സീസണിൽ 12,33,000 ആളുകളെയാണ് അസമിൽ വെള്ളപ്പൊക്കം ബാധിച്ചത്. ഏകദേശം 2,500 ഗ്രാമങ്ങൾ വെള്ളത്തിന് അടിയിലാണ്. 100-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. UPയിൽ 1,500 ഗ്രാമങ്ങൾ ദുരിതബാധിതമാണ്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ. ഓരോ വർഷവും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇതുവരെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സിക്കിം വെള്ളപ്പൊക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. തീസ്ത ഡാം തകർന്നു, 15 പാലങ്ങൾ തകർന്നു, 90-ലധികം പേർ മരിച്ചു. ജോഷിമഠ് മുങ്ങുകയാണ്. ബംഗളൂരുവിലെ ജലക്ഷാമം രൂക്ഷമാണ്. വർഷാരംഭത്തിൽ തന്നെ കർണാടക വരണ്ട് ഉണങ്ങുകയാണ്. ലഡാക്ക് കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലഡാക്കിനെ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം 21 ദിവസത്തോളം നിരാഹാരം കിടന്നു. അങ്ങനെ ലഡാക്ക്, ബാംഗ്ലൂർ, ജോഷിമഠ്, ഡൽഹി, സിക്കിം, അസം, കേരളം എല്ലാം ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഇരകളായി മാറുകയാണ്. ഇതെല്ലാം ഇപ്പോൾ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. സ്ഥിതി കൂടുതൽ വഷളാകും. എങ്ങനെയെന്ന് പറയാം. ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ആഗോള താപനമാണ്. അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. താപ ഊർജ്ജം സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്നു. ഈ താപ ഊർജ്ജത്തിന്റെ വലിയൊരു ഭാഗം എർത്തിൽ പ്രതിഫലിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ജലബാഷ്പം എർത്തിൽ പ്രതിഫലിക്കുന്ന താപോർജ്ജം ആഗിരണം ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നു. ഹരിതഗ്രഹ വാതകങ്ങൾ ഭൂമിയെ ചൂടാക്കി നിർത്തുന്ന ഇൻസുലേറ്റർ ആണ്. അതിശൈത്യ യുഗത്തിലേക്ക് മടങ്ങാതിരിക്കാൻ ഈ ഇൻസുലേറ്റർ അഥവാ ഈ പുതപ്പ് ആവശ്യമാണ്. എന്നാൽ മനുഷ്യരുടെ ഇടപെടൽ കാരണം ധാരാളം ഹരിതഗ്രഹ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പുതപ്പ് ഒരു മൈക്രോവേവ് ഓവനായി മാറുന്നു. 200 വർഷം മുൻപാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കപ്പെട്ടത്, ഫാക്ടറികൾ ഉണ്ടായത്. അങ്ങനെ വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി, വാഹനങ്ങൾ കണ്ടുപിടിച്ചു. ഒപ്പം വലിയ തോതിലുള്ള ഊർജവും ആവശ്യമായി വന്നു. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം, ഫോസിൽ ഇന്ധനങ്ങൾ എന്നിവയിൽ നിന്നാണ് നമ്മൾ ഈ ഊർജം എടുത്തത്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഒരു ഉപ ഉൽപ്പന്നമായി മാറാൻ തുടങ്ങി. കഴിഞ്ഞ 200 വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 60-70 വർഷങ്ങളിൽ മനുഷ്യർ ഫോസിൽ ഇന്ധനങ്ങൾ വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 10,000 വർഷത്തിനുള്ളിൽ 280 പാർട്സ് പെർ മില്യൺ ആയാണ് വർദ്ധിച്ചത്. എന്നാൽ കഴിഞ്ഞ 200 വർഷത്തിനുള്ളിൽ ഇത് 420 പാർട്സ് പെർ മില്യൺ ആയി വർദ്ധിച്ചു. അതായത് 50% വർധന. 10,000 വർഷത്തിനുള്ളിൽ സാധ്യമല്ലാത്തത് 200 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്തു. ഈ അധിക ഹരിതഗ്രഹ വാതകം കാരണം താപനില വല്ലാതെ ഉയരുന്നുണ്ട്. നാം ഇന്ന് വ്യാവസായിക നിലവാരത്തെക്കാൾ 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ
താപം അനുഭവിക്കുന്നുണ്ട്. താപനില ഇതിനകം വർദ്ധിച്ചു. ഉടനെ തന്നെ ഈ കണക്ക് 2 ഡിഗ്രി ചൂടിൽ എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുമൂലം ലോകം നാശത്തിന്റെ വക്കിലാണ്. 2-3 ഡിഗ്രി വ്യത്യാസമല്ലേ, പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല. UN പറയുന്നതനുസരിച്ച് 2050 ആകുമ്പോഴേക്കും 200 ദശലക്ഷം കാലാവസ്ഥ അഭയാർത്ഥികൾ ലോകമെമ്പാടും ഉണ്ടാകാൻ പോകുന്നു. ഈ 2-3 ഡിഗ്രി കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സമുദ്രനിരപ്പ് വളരെയധികം ഉയരും. കൊൽക്കത്ത, ബോംബെ തുടങ്ങിയ നഗരങ്ങൾ പൂർണ്ണമായി മുങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 1.2 ഡിഗ്രി ചൂട് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആർട്ടിക്, അന്റാർട്ടിക് കടലിലെ മഞ്ഞ് മലകൾ ഉരുകുന്നു, കടൽ മഞ്ഞ് കുറയുന്നു. അതുവഴി സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള ഭൂമിയുടെ ശേഷി കുറയുന്നു. അതായത് ഭൂമി കൂടുതൽ ചൂട് നിലനിർത്തുമെന്ന്. അപ്പോൾ കടൽ എത്രത്തോളം ചൂട് നിലനിർത്തുന്നോ അത്രത്തോളം തന്നെ ആഗോള താപനം വർദ്ധിക്കും. അതിലുപരിയായി കടൽ മഞ്ഞിൽ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് കുടുങ്ങി കിടക്കാറുണ്ട്. ഇത് വലിയ അളവിൽ ഉരുകുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. അതുവഴി ആഗോള താപനം വർദ്ധിക്കും. താപനില 1 അല്ലെങ്കിൽ 2 ഡിഗ്രി ഉയരുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ആരംഭിക്കും. സമുദ്രങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉയരും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉയരുമ്പോൾ സമുദ്രങ്ങളിൽ അസിഡിഫിക്കേഷൻ ഉണ്ടാകും. പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയും നശിക്കും. കടലിൽ ചൂട് കൂടുമ്പോൾ തീവ്രമായ കാലാവസ്ഥ പ്രതിഭാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും കേരളത്തിൽ മഴ ഇത്രയധികം വർദ്ധിക്കുന്നത് പോലെ കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത് പോലെ ആഗോളതാപനം മൂലം കാട്ടുതീ വർദ്ധിച്ചു വരികയാണ്. അതിലുപരിയായി കീടനാശിനി ഉപയോഗിച്ച് നമ്മൾ വനനശീകരണവും നടത്തുന്നു. നമ്മുടെ കാർഷിക രീതികൾ കാരണം ആഗോളതലത്തിൽ മണ്ണിന്റെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കുകയാണ്. നൈട്രജൻ, ഫോസ്ഫറസ് ചക്രങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. വനനശീകരണവും ഇതുമൂലം സംഭവിക്കുമെന്ന് പല ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വന ആവാസ വ്യവസ്ഥയുടെ മേലുള്ള കാലാവസ്ഥാ സമ്മർദ്ദം അത് വനവംശനാശത്തിന് കാരണമാകാം. തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണത്. അത്തരം പ്രക്രിയകളെ ശാസ്ത്രജ്ഞർ ടിപ്പിംഗ് പോയിന്റുകൾ എന്നാണ് വിളിക്കുന്നത്. പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് നമ്മൾ ടിപ്പിംഗ് പോയിന്റുകൾ മറികടന്നു എന്നാണ്. ഇന്ന് നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിയാൽ പോലും പലതും തടയാനായി നമുക്കാവില്ല. മഞ്ഞുപാളികൾ ഉരുകുന്നു, പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതിനകം തന്നെ നമ്മൾ വളരെയധികം വൈകി. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും മാത്രമാണ്. പ്ലാസ്റ്റിക് മലിനീകരണം, വായു മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. ഇവയെല്ലാം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് പാശ്ചാത്യരുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ പറയും. പക്ഷെ പ്രശ്നം ഒരിടത്ത്, അതായത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന്റെ ആഘാതം നമ്മളും വഹിക്കേണ്ടി വരും എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ടുള്ള ഇന്റർ ഗവൺമെന്റ് പാനലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ്. എങ്ങനെയെന്ന് പറയാം. ടിബറ്റൻ ഗ്ലേസിയേഴ്സ് റെക്കോർഡ് ഭേദിച്ച നിലയിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. 2013 ഹൃദയഭേദകമായ കേദർനാഥ് വെള്ളപ്പൊക്കത്തിൽ 6000 ആളുകളാണ് മരിച്ചത്. നമ്മുടെ ഹിമാലയം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ സമാനമായ ഹിമപാത വെള്ളപ്പൊക്കം നിങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കം, വരൾച്ച, പ്രവചനാതീതമായ മഴ, ഉരുൾപൊട്ടൽ, മണ്ണിന്റെ ആരോഗ്യം വഷളാവുന്ന അവസ്ഥ, വിളവ് കുറയുന്ന അവസ്ഥ, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ, സൂപ്പർ സൈക്ലോണുകളുടെ ആവൃത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ ഉഷ്ണതരംഗം ഇതിനകം കണ്ടു കഴിഞ്ഞു. 2050 ആകുമ്പോഴേക്കും 25 വർഷത്തിനുള്ളിൽ 200 ദശലക്ഷം കാലാവസ്ഥ അഭയാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് UN പ്രവചനം. ഇതിൽ 45 ദശലക്ഷം ഇന്ത്യയിലായിരിക്കും എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. കുടിയേറ്റവും കാലാവസ്ഥ പ്രതിസന്ധിയും ഇത്ര ഉയർന്ന തലത്തിൽ സംഭവിച്ചാൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രത്യാഘാതം എന്തായിരിക്കും? നമ്മൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പലത് സംഭവിക്കും. ശാസ്ത്രജ്ഞർ പറയുന്നു, കുറിച്ചു വെച്ചോളൂ, ഇത് ആരംഭിച്ചിരിക്കുന്നു. നാം നാശത്തിന്റെ പാതയിലാണ് എന്നുള്ളത് നമുക്കറിയാം, അത് ദൃശ്യമാണ്. എന്നാൽ രാഷ്ട്രീയ കോർപ്പറേറ്റ് ഉന്നതർ ഇത് സംഭവിക്കാൻ അനുവദിക്കുന്നത് അവർ അധികാരത്തിലും ലാഭത്തിലും മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ജനങ്ങളും വിചാരിക്കുന്നു ഇതൊരു വിദൂര ഭാവിയിൽ നടക്കുന്നതാണ്. അതിൽ നാം ഇത്ര ഊന്നി പറയേണ്ടതില്ല. രാഷ്ട്രീയക്കാരും വ്യവസായികളും അവരുടെ ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കും. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ, 2016 പാരീസ് ഉടമ്പടി, കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ. എന്നാൽ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ ഈ യോഗങ്ങളെയും ശ്രമങ്ങളെയും എല്ലാം നിഷ്ഫലമാക്കുന്നു. കാരണം അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ ഒരു ഫോർമുലയുണ്ട്. സുപ്രീം കോടതിക്ക് നന്ദി. ഈ ഫോർമുല എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക, ഒരു കരാർ നേടുക, പരിസ്ഥിതി അനുമതികൾ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക, ആരും ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇനി നിങ്ങൾ ചോദിക്കും, പ്രശ്നം പറഞ്ഞു, എന്തെങ്കിലും പരിഹാരങ്ങൾ പറയുക. പരിഹാരം എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണം. നമുക്ക് എന്ത് ചെറിയ നടപടികൾ എടുക്കാം? സർക്കാരിനെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാം? കാലാവസ്ഥ പ്രതിസന്ധി എന്ന സത്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, ദേഷ്യപ്പെടുക, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുക. ഇന്ത്യക്ക് അടിയന്തര ഹരിത പരിവർത്തനവും ഉറച്ച കാലാവസ്ഥാ നയവും പരിസ്ഥിതി സംരക്ഷണവും ആവശ്യമാണ്. പൊതുജന സമ്മർദ്ദമില്ലാതെ സർക്കാർ ഒന്നും ചെയ്യില്ല. നീറ്റിനു വേണ്ടി വിദ്യാർത്ഥികൾ സമരം നടത്തിയതിനെ തുടർന്ന് രക്ഷിതാക്കളും പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു. എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രതിഷേധിക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ മരിക്കാൻ വിട്ടുകൊടുക്കാൻ ആവില്ല. മലിനീകരണ
മലിനീകരണം കാരണം അവരുടെ പ്രായം 12 വർഷമാണ് കുറയുന്നത്. രാജ്യത്തെ പ്രശ്നങ്ങളെ നമ്മൾ എല്ലാവരും കാലാവസ്ഥയുടെ കണ്ണിൽ നിന്ന് കാണണം. MSP പ്രതിഷേധം കാലാവസ്ഥാ നീതിയുടെ പ്രതിഷേധം കൂടിയാണ്. ആലോചിച്ച് നോക്കൂ, എല്ലാ വിളകൾക്കും MSP ബാധകമാക്കിയാൽ കർഷകർക്ക് വിള വൈവിധ്യവൽക്കരണം നടത്താനും വെള്ളം കുറഞ്ഞ വിളകൾ വളർത്താനും കഴിയും. അതിനാൽ ഇതിൽ MSPയുടെ പാരിസ്ഥിതിക സ്വാധീനവുമുണ്ട്. പരിസ്ഥിതി ലോല മേഖലകളിലെ വിനോദസഞ്ചാരം നിയന്ത്രിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ നമ്മൾ ഹൈവേകൾ നിർമ്മിക്കുകയാണ്. നഗരാസൂത്രണം മികച്ചതായിരിക്കണം. നടക്കാൻ കഴിയുന്ന ഹരിത പരിസരം, വൃത്തിയുള്ള ഗതാഗതം എന്നിവയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പൊതുഗതാഗതവും വായു മലിനീകരണവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചൈനയിൽ നിന്ന് നമുക്ക് പഠിക്കാം. സൗരോർജ്ജ ഉൽപാദനത്തിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, ശത്രുക്കളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. വളർച്ചയും സുസ്ഥിരതയും എന്ന സംവാദത്തെ നാം പുനർവ്യാഖ്യാനം ചെയ്യുകയും സുസ്ഥിര വളർച്ചയെ കുറിച്ച് ചിന്തിക്കുകയും വേണം. വളർച്ചയെ പുനർനിർവചിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ ഡീ ഗ്രോത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. GDP കണക്കുകൾ അന്ധമായി നമ്മൾ ഫോളോ ചെയ്യരുത്. പരിസ്ഥിതി, വായു, സന്തോഷം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സമഗ്ര സമീപനമാണ് നമുക്ക് വേണ്ടത്. ഇത് സമൂലവും അസാധ്യവുമാണെന്ന് തോന്നുമെങ്കിലും സ്വനം വാങ്ചുക്ക് തന്റെ ലളിതമായ സന്ദേശത്തിലൂടെ ഇത് വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിയെ പോലെ എല്ലാം ഉപേക്ഷിക്കുകയോ സ്വന്തം വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയോ ബുദ്ധനെ പോലെ എല്ലാം ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല. അന്ധമായ ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് ഓടാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേണം, എന്നാൽ നമ്മൾ ഒന്നും റീസൈക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. കൂടാതെ കോർപ്പറേറ്റുകളിലും സർക്കാരിലും സമ്മർദ്ദം ചെലുത്തേണ്ടതുമുണ്ട്. ബിഗിനർ മോഡലിൽ നിന്ന് ഭൂമി ഇതിനകം വിട്ടുപോയി. ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഉണർന്നില്ലെങ്കിൽ ഈ കളി ഇവിടെ അവസാനിക്കില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം ചർച്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ റിയൽ പ്രോബ്ലം ആയിട്ടുള്ള ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചിട്ട് ഒരു ചർച്ചയും കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ ന്യൂ ഫണ്ട് ഓഫർ PNB മെറ്റ്ലൈഫിന്റെ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് ഓഗസ്റ്റ് 15 വരെ മാത്രമാണ് 10 രൂപ NAV സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം. ഈ ഒരു നിക്ഷേപ അവസരം ഉപയോഗിക്കുക. നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.